എൻ്റെ ലൈഫിൽ ഞാനെടുത്ത വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് ഡിസിഷൻസ് ആണ് കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതെനിക്കിപ്പോൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ആവട്ടെ, എക്സ്പീരിയൻസസ് ആവട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ പൊസിഷൻ വരെ എനിക്ക് ഈ കണ്ടൻറ് ക്രിയേഷൻ കൊണ്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഐ നോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ബിലീവ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ്റെ സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു അൺഡിനയബിൾ ഫാക്ടറാണ്. സോ ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് കണ്ടൻറ്, നൗ ഇസ് ദ ടൈം. എനിക്ക് കുറേ ആൾക്കാരെ അറിയാം, അവർക്ക് കണ്ടൻറ് ക്രിയേഷൻ ചെയ്യണം, അവർക്ക് കണ്ടൻറ് ഇടണം, വീഡിയോ ഇടണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ദ ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു ദ മൈൻഡ് ഈസ് ആൾക്കാരെന്ത് പറയും. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. ആൾക്കാരെന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇടത്തില്ല. ഇല്ലെങ്കിൽ ഈവൻ നൗ ലൈക്ക് വെൻ സമൺ ആസ് മീ ചാനലിൻ്റെ പേരെന്താ, യു വിൽ സീ മീ ലൈക്ക് വെരി സൈലൻറ്റ്. അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. മൈ റീസണിങ് ഈസ് എനിക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഓഡിയൻസിനെ കിട്ടണം. ബട്ട് ദാറ്റ്സ് നോട്ട് ഇറ്റ്. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ക്രിഞ്ചാണെന്ന് നമുക്ക് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ട്. ആൻഡ് ക്രിഞ്ചാണ്. യു ആർ ഇൻ എ റൂം സ്പീക്കിംഗ് ടു യുവർ ക്യാമറ, ക്രിഞ്ചാണ്. But how you make an opportunity out of it and how you connect with the audience, that is a different thing. And that is what content creation is all about. അപ്പോൾ ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷനെ പറ്റി പറഞ്ഞങ്ങ് തകർക്കുന്നതിന് മുന്നേ let me start with my ഒരു കുട്ടി സ്റ്റോറി. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഐ വാസ് എ വെരി ക്രിയേറ്റീവ് പേഴ്സൺ. ചെറുപ്പത്തൊട്ട് എനിക്ക് ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ വീഡിയോ എടുക്കുന്നത് എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഐ ഹാഡ് ദിസ് ഐഡിയ ഇൻ മൈ മൈൻഡ് വേർ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. കാരണം ഞാൻ ഫുൾ ടൈം യൂട്യൂബിലായിരുന്നു. ബോത്ത് മൈ പാരൻസ് വർ വർക്കിംഗ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് യൂട്യൂബ്, ടി വി, ദിസ് വാസ് മൈ വേൾഡ്. അപ്പോൾ എനിക്ക് യൂട്യൂബ് തുടങ്ങണമെന്ന് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ. പക്ഷെ അത് നടന്നത് ഞാൻ നാട്ടിൽ കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും. പിന്നെ കോവിഡ് ആയതുകൊണ്ട് തന്നെ കുറേ സമയമുള്ളതുകൊണ്ട് തന്നെ ഐ ഇൻവെസ്റ്റഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ടു യൂട്യൂബ്. അതിൽ വലിയ ഗ്രോത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലായിരുന്നു. ഐ കൺസിഡേർഡ് യൂട്യൂബ് ആസ് ഒരു ഹാപ്പിനെസ് പോലെ. കാരണം എനിക്ക് വീഡിയോ എടുക്കുന്നത്, എനിക്ക് മേക്കപ്പ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. തിങ്സ് ദാറ്റ് ഐ യൂസ് ടു ഡു ഫോർ റിലാക്സേഷൻ. അതുകൊണ്ട് തന്നെ ഐ യൂസ് ടു ഫൈൻഡ് കണ്ടന്റ് ക്രിയേഷൻ വെരി വെരി ഫാസിനേറ്റിംഗ്. അങ്ങനെ ഞാൻ തുടങ്ങിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. പക്ഷെ അത് ഞാൻ ഒരിക്കലും അങ്ങനെ സീരിയസ് ആയിട്ട് ഓക്കെ എനിക്കൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നൊരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ യൂസ് ടു ഡു വീഡിയോസ് ഒക്കേഷണലി. തോന്നുമ്പോൾ ഞാൻ ഇടുമായിരുന്നു, തോന്നുമ്പോൾ ഇടത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയത്. ആൻഡ് ഞാൻ തുടങ്ങിയ സമയത്ത് ഐ ഡിഡ്ന്റ് ഈവൻ നോ വാട്ട് എ നീഷ് വാസ്. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ മാസത്തിൽ 2 വീഡിയോ കാണും, പിന്നെ ഒരു 6 മാസത്തേക്ക് വീഡിയോ കാണത്തില്ല. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് ഞാൻ വീഡിയോ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കോളേജെല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ കാനഡയിലേക്ക് വരുന്ന ഇതെടുത്തപ്പോഴത്തേക്കും ഇടയ്ക്കൊരു കുറച്ച് ടൈം, എനിക്ക് തോന്നുന്നൊരു 5-6 months ഇടയ്ക്കുണ്ടായിരുന്നു. ഐ യൂസ് ടു പോസ്റ്റ് കോൺസ്റ്റൻ്റ്ലി, ഐ യൂസ് ടു പോസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി, അതും ഷോർട്സ്. ആൻഡ് ആ ഷോർട്ട് വീഡിയോസ് അത്യാവശ്യം നല്ല ഹിറ്റായി. ആൻഡ് ദാറ്റ് ഈസ് ദ നമ്പർ 1 ഹിറ്റ് വീഡിയോ ഓൺ മൈ ചാനൽ. ആ സമയത്ത് ഞാൻ ഈ ക്ലേ ആർട്ട്, ഐ ടോൾഡ് യു നോ ഐ വാസ് എ വെരി ലൈക്ക് DIY ക്രാഫ്റ്റി പേഴ്സൺ. അപ്പോൾ ആ വീഡിയോ ഗോട്ട് like very good reach. I think it is currently at like 3 million views or something. നല്ല വ്യൂസ് കിട്ടിയ വീഡിയോ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ്, ഇതിൽ നിന്ന് തന്നെ ഒരു ഹാക്ക് പറയാനുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരേ നീഷിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇതാണ് എൻ്റെ ഫെയിലിയർ. എനിക്ക് എൻ്റെ നീഷ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. ആൻഡ് എവ്രി വൺ ഹാസ് ദെയർ ഓൺ പ്രോസസ്സസ്. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് നീഷ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ. നീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വീഡിയോയില എന്ത് ടോപ്പിക്കിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചിലവർക്കത് കുക്കിംഗ് ആയിരിക്കാം, ചിലവർക്കത് ക്രാഫ്റ്റിംഗ് ആയിരിക്കാം, ചിലവർക്കത് മേക്കപ്പ് ആയിരിക്കാം. എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരു ജെമിനായ, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ചില സമയത്ത് എൻ്റെ മൂഡെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്ന് കുക്ക് ചെയ്യാം. കുക്കിംഗ് വീഡിയോസാണ് പിന്നെ എൻ്റെ സീരീസിൽ. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഡൈവേർട്ട് ആവുന്നത്. ചില സമയത്ത് ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യും, ചില സമയത്ത് ക്രാഫ്റ്റിംഗ് വീഡിയോസ് ചെയ്യും. അവസാനം യൂട്യൂബ് തന്നെ വിചാരിക്കും ഇത് എന്ത് വീഡിയോ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനായി പോകും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആ ക്രാഫ്റ്റ് വീഡിയോസിൽ നിന്നാണ് എൻ്റെ മെജോറിറ്റി ഓഫ് ദ ഓഡിയൻസും ഈ അക്കൗണ്ടിലുള്ളത്. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു 1000 ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് മിനിമം ആ വീഡിയോ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. ബട്ട് ദേ മൈറ്റ് നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോ, അല്ലെങ്കിൽ ഞാൻ കാനഡയിൽ മൂവ് ചെയ്തതിന് ശേഷം കാനഡ വീഡിയോസ് അവർക്ക് താല്പര്യമില്ലായിരിക്കും. സോ ദാറ്റ് ഈസ് വെയർ ദ കൺഫ്യൂഷൻ ബിഗിൻസ്.
in the whole. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ if you have a clear idea, ഇതാണ് എൻ്റെ niche and this is the direction I want to follow, it will be much better for your channel in the long run. യൂട്യൂബ് അല്ലാതെ വേറെ എനിക്ക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത് ടിക്ടോക്കാണ്. നാട്ടിൽ പിന്നെ ടിക്ടോക്ക് ബാൻഡാണല്ലോ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ടിക്ടോക്ക് ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി എന്താ 360 ഒരു മേക്ക് ഓവർ ആ പ്ലാറ്റ്ഫോമിലുണ്ടായി. നാട്ടിലുള്ള ഡബ് സ്മാഷ് ടൈപ്പ് വീഡിയോസ് മാത്രമല്ല ടിക്ടോക്കിൽ, ദർ ആർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് ലൈക്ക് ബ്രാൻഡിൻ്റെ ഇച്ചിരി കൂടെ ബ്രാൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് എ സ്പോട്ട് ലൈറ്റ് ഫ്രം ദ ബ്രാൻഡ്. എനിക്ക് ടിക്ടോക്കിൽ ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ആൻഡ് എനിക്ക് കുറച്ച് നമ്പർ ഓഫ് ഫോളോവേഴ്സേ ഉള്ളൂ. ലൈക്ക് ഒരു 150 ഫോളോവേഴ്സ് എന്തേ എനിക്ക് ടിക്ടോക്കിൽ വരത്തുള്ളൂ. ഈവൻ ദെൻ എനിക്ക് ടിക്ടോക്കിൽ നിന്ന് കൊളാബറേഷൻസ് കിട്ടിയിട്ടുണ്ട്, വിച്ച് വി വിൽ ലൈക്ക് കൊളാബറേഷൻ ആൻഡ് UGC ഇതെല്ലാം നമുക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഈ ടിക്ടോക്ക് UGC ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ബാക്കി പിന്നെ സംസാരിക്കാം. ഐ ഹാവ് എ യൂട്യൂബ് അക്കൗണ്ട് നൗ, ടിക്ടോക്ക്, ആൻഡ് ഞാൻ ലാസ്റ്റ് പബ്ലിക് ആക്കിയ അക്കൗണ്ടാണ് ഇൻസ്റ്റഗ്രാം. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഓഫ് മൈ പേഴ്സണൽ ഇൻസെക്യൂരിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, ആൾക്കാർ എന്ത് വിചാരിക്കുമോ, ദേ ഗോണ ജഡ്ജ് മീ, ദേ ഗോണ ഫൈൻഡ് മീ വെരി ക്രിഞ്ച്, ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. ബട്ട് a very important factor is നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഓഡിയൻസ് ഗ്രോ ചെയ്യണമെങ്കിൽ ദ ബെസ്റ്റസ്റ്റ് പ്ലാറ്റ്ഫോം ഇസ് ഇൻസ്റ്റഗ്രാം. യൂട്യൂബിലെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്ക് എടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു ഗ്രോത്താണ് യൂട്യൂബിൽ നിന്ന്. ഓൺ ദി അതർ സൈഡ് നിങ്ങൾക്ക് ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോളോയിങ് ഉണ്ട് അല്ലെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഒരു ഫോളോയിങ് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് വെരി ഈസി ടു റിഫ്ലക്ട് ദാറ്റ് ഓൺ യുവർ യൂട്യൂബ്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ വെച്ചാണ് ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് തുടങ്ങിയത്. ആൻഡ് അഗൈൻ ലൈക്ക് എല്ലാവർക്കും ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സാണ്. ഇപ്പോൾ എനിക്ക് നടന്ന പ്രോസസ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക്. മേ ബി യു വിൽ ക്രിയേറ്റ് എ വീഡിയോ, ആദ്യത്തെ വീഡിയോ തന്നെ ഇൽ ഹിറ്റ് മില്യൻസ് ആൻഡ് ഇൽ ബി എ വെരി ഡിഫറെൻറ്റ് പ്രോസസ് ഫോർ യു ഗൈസ്. അപ്പോൾ ഓരോരുത്തരുടെയും ജേർണി ഈസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് യു ഹാവ് ടു എക്സ്പീരിയൻസ് യുവർ ഓൺ ജേർണി ടു ഫൈൻഡ് ഔട്ട് വിച്ച് യുവർ പാത്ത് ഫോർ സക്സസ് ഇസ്. ഓക്കെ, അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വേർഡ്സ് ഡൈസെക്റ്റ് ചെയ്ത് നോക്കാം. കണ്ടന്റ്, വാട്ട് ഈസ് കണ്ടന്റ്? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഒരു കാര്യമാണോ പബ്ലിഷ് ചെയ്യുന്നത് ഫോർ ദ ജനറൽ പബ്ലിക് ടു വാച്ച്, ദാറ്റ് ഈസ് കണ്ടന്റ്. ആൻഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് വരും. ചിലവർക്ക് ബ്ലോഗിങ് ആയിരിക്കും ഇഷ്ടം, എന്ന് പറഞ്ഞാൽ റിട്ടൺ കണ്ടന്റ് ആയിരിക്കും. ചിലവർക്ക് ഫോട്ടോഗ്രാഫി ആയിരിക്കും, ഇൻസ്റ്റഗ്രാമിൽ പോലെ ഷോർട്ട് ഫോം കണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ലോങ് ഫോം കളക്റ്റീവ്ലി വീഡിയോ കണ്ടന്റ് ആയിരിക്കും. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോ കണ്ടന്റ് വിൽ ബി ദ മോസ്റ്റ് ഫേമസ്. ഇപ്പോൾ യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഷോർട്സ്, ഇതിലെല്ലാം വീഡിയോ കണ്ടന്റ് ആണ് ആൾക്കാർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫോംസ് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടത് വിച്ച് ടൈപ്പ് ഓഫ് കണ്ടന്റ് യു വോണ്ട് ടു ഫിലിം. ചിലവർക്ക് ദേ ആർ വെരി ഗിഫ്റ്റഡ് ഇൻ റൈറ്റിംഗ്. ഐ എം നോട്ട് വൺ ഓഫ് ദോസ് പീപ്പിൾ. ഐ ഹേറ്റ് റൈറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിംഗ് ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് എ ബ്ലോഗ് ഓർ ഈവൻ ലൈക്ക് എൻ ഇൻസ്റ്റഗ്രാം പേജ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടന്റാണ് ഇഷ്ടമെങ്കിൽ എങ്ങനത്തെ വീഡിയോ കണ്ടന്റാണ് ഇഷ്ടമെന്ന് നോക്കണം. ലോങ് ഫോം വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് വെരി യു ആർ കംഫർട്ടബിൾ ടു ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഫോർ എ ലോങ് ടൈം, അങ്ങനത്തെ വീഡിയോസ് ആണോ, അതോ ഷോർട്ട് ഫോം വീഡിയോസ് ആണോ, അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഷോ യുവർ ഫേസ് അറ്റ് ഓൾ, എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് യു ഹാവ് ടു റിയലൈസ് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഫൈൻഡ് യുവർ നീഷ്. വാട്ട് ആർ യു ഗുഡ് അറ്റ്, വാട്ട് ആർ യു ബെസ്റ്റ് അറ്റ്. അത് നിങ്ങൾക്ക് ലൈക്ക് ഓക്കെ, ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ നാളെ മടുക്കാം. പക്ഷേ വാട്ട് ഈസ് വൺ തിങ് ദാറ്റ് കീപ്സ് യു അലൈവ്? ആ ഒരു പാഷൻ എന്താണ്? ആ പാഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നെവർ ഫീൽ സ്റ്റക്ക് ഓർ യു വിൽ നെവർ ഫീൽ ലൈക്ക് ഓ എനിക്കിന്ന് കണ്ടന്റ് ഇല്ലല്ലോ, ഇന്ന് എന്ത് കണ്ടന്റ് ഇടും, ആ ഒരു തോട്ട് നിങ്ങൾക്ക് വരില്ല. ബിക്കോസ് യു ആർ ഓൾവേസ് റിസർച്ചിങ്, ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് യു ലൈക്ക് ടു ഡു. അപ്പോൾ സെക്കൻഡ് തിങ് ഇസ് ഫൈൻഡിങ് യുവർ നീഷ്. ആൻഡ് ആ നീഷിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കണ്ടന്റാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇരുന്ന് ഓക്കെ ഈ കണ്ടന്റാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവത്തില്ല. അപ്പോൾ കണ്ടന്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നെങ്കിൽ നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം.
മാർക്കറ്റ് റിസർച്ച് എന്താ? നിങ്ങളെപ്പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, നിങ്ങളെപ്പോലെയുള്ള കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് ആ സെയിം നീഷിൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ മേക്കപ്പ് വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ മേക്കപ്പ് വീഡിയോസ് ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ അക്കൗണ്ടിൽ പോയിട്ട് ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് വാട്ട് ദ കറന്റ് ട്രെൻഡ് ഇസ്, ആൻഡ് ആ ട്രെൻഡ് നിങ്ങളുടെ ഓൺ ഒരു വേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടേക്ക് എന്താണ് അതിൽ അത് പറയാം. No one wants to see a copy paste formatted video, കാരണം അതിന് ആർക്ക് സമയമില്ല ആൻഡ് അതിനൊരു പേർപ്പസും ഇല്ല. ഓൾറെഡി ഒരാൾ പറഞ്ഞ കാര്യം നിങ്ങൾ പിന്നെയും പറയുവാണെങ്കിൽ അതിന് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു പേർപ്പസും ഇല്ല. അപ്പോൾ ആ വീഡിയോ എങ്ങനെ എടുത്ത് അല്ലെങ്കിൽ ആ ടോപ്പിക് എങ്ങനെ എടുത്ത് നിങ്ങൾ എങ്ങനെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ സക്സസ്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നായി. വി ഫൗണ്ട് ആർ നീഷ് ആൻഡ് വി ഫൗണ്ട് ആർ ഫസ്റ്റ് കണ്ടന്റ് ഫോർ ദ വീഡിയോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് നമ്മളുടെ ആക്ച്വൽ കണ്ടന്റ് ക്രിയേഷൻ. കണ്ടന്റ് ക്രിയേഷനെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കാര്യമാണ് ടൂൾസ്. അവളുടെ ഐഫോൺ ഉണ്ട് അതുകൊണ്ട് അവളുടെ വീഡിയോ എത്ര ഹിറ്റായത്. അല്ല, ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റിയൽമി ഫോണാണ്. ഹാഡ് ഫെൻറ്റാസ്റ്റിക് ക്വാളിറ്റി ആൻഡ് ഇപ്പം മാർക്കറ്റിലുള്ള എല്ലാ സ്മാർട്ട് ഫോൺസ് ഹാവ് പ്രിറ്റി ഗുഡ് ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി. അതുകൊണ്ട് യു ഡോണ്ട് റിയലി നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ എ ക്യാമറ. ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം ഞാൻ ആ ഫോൺ തന്നെ യൂസ് ചെയ്തത്. പിന്നെയാണ് എനിക്ക് അച്ഛൻ ഐഫോൺ വാങ്ങിച്ചു തന്നെ, ആൻഡ് ആ ഐഫോൺ തന്നെ ഞാൻ ഇതുവരെ വീഡിയോ എടുക്കാനായിട്ട് യൂസ് ചെയ്തതും. വെൻ ഐ ഗ്രൂ അപ്പ് എ ലിറ്റിൽ ബിറ്റ് മോർ, ബിക്കോസ് എനിക്ക് കണ്ടന്റ് ക്രിയേഷനും പിന്നെ ഈ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന അത്രയ്ക്ക് പാഷനറ്റ് ആയതുകൊണ്ട് I invested in a camera. This is a Sony Alpha camera and ഇപ്പോൾ എൻ്റെ പിന്നെ ഒരു സ്റ്റുഡിയോ ലൈറ്റും ഉണ്ട്. സ്റ്റുഡിയോ ലൈറ്റ് ഐ വുഡ് 100% റെക്കമെൻഡ് സൺലൈറ്റ് ഓവർ എനി സ്റ്റുഡിയോ ലൈറ്റ്. ആ സൺലൈറ്റിൽ കിട്ടുന്ന വീഡിയോ ക്വാളിറ്റി ഉണ്ടല്ലോ, ഇറ്റ്സ് അൺബീറ്റബിൾ. പക്ഷേ ഇവിടെ ഒബ്വിയസ്ലി ഒരു 4 മണിയാകുമ്പോൾ സണ്ണൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവും. അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല. പിന്നെ ഐ ലിവ് ഇൻ എ ബേസ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റുഡിയോ ലൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദ നമ്പർ 1 തിങ് ഐ വുഡ് സജസ്റ്റ് ഇസ് എ ഗുഡ് മൈക്ക്. എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ദ ഓഡിയോ ക്വാളിറ്റി ഈസ് ഹൊറിബിൾ. ആൻഡ് എനിക്ക് അതിലെ കമൻറ്റ്സ് തന്നെ അങ്ങനെയാണ്, ഓഡിയോ ക്വാളിറ്റി എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുമെന്ന്. സോ ഞാൻ പണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യും, പിന്നെ വേറൊരു ഫോണിൻ്റെ ഓഡിയോ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വെച്ചിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്ത് then I used to merge it together. ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ബട്ട് ഇറ്റ് വർക്ക്സ്. ആൻഡ് നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ എക്യുപ്മെൻറ്റ്സിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ബിക്കോസ് യു നെവർ നോ, കുറച്ച് നാൾ കഴിയുമ്പോൾ യു മൈറ്റ് ലൂസ് ഇൻട്രസ്റ്റ് ഓർ സർക്കിംസ്റ്റാൻസസ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലെവലെത്തി അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം ഇൻവെസ്റ്റ് ഇൻ എക്യുപ്മെൻറ്റ്സ്. അല്ലെങ്കിൽ ഇഫ് യു ഫീൽ ലൈക്ക് വെരി പാഷനറ്റ് ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് യു വോണ്ട് ടു get those equipments, go ahead. പക്ഷെ അല്ലാത്ത പക്ഷം your phone and a stand or a tripod would be good enough. അപ്പോൾ നമുക്ക് കണ്ടന്റ് കിട്ടി, ടൂൾസായി. അടുത്ത് എങ്ങനെയാണ് ആക്ച്വലി ഒരു വീഡിയോ എടുക്കുന്നത്? ഇത് ഓരോരുത്തർക്കും ഓരോ പോലെ. സം പീപ്പിൾ ആർ ജസ്റ്റ് വെരി നാച്ചുറൽ. ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്താൽ മതി, ദേ ലൈക്ക് ബ്ലാബർ ഓൺ ഫോർ hours and hours and hours. ആൻഡ് ചില ആൾക്കാർ അത്രയ്ക്ക് ഭയങ്കര നാച്ചുറൽ, അത്രയ്ക്ക് കോൺഫിഡൻറ്റാണ്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഐ നെവർ റിയലൈസ് ദാറ്റ് സ്ക്രിപ്റ്റിംഗ് ഇല്ലാത്തതാണ് എൻ്റെ വലിയ പ്രശ്നമൊന്ന്. ഞാൻ എപ്പോഴും ഒരുങ്ങിക്കെട്ടി ഒന്ന് വീഡിയോയുടെ ഫ്രണ്ടിലിരിക്കും ആൻഡ് എല്ലാ പ്രാവശ്യവും ഐ ഗെറ്റ് സ്റ്റക്ക് ആൻഡ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. മൈ ഫിലിം യൂസ് ടു ഗോ ഓൺ ഫോർ hours ആൻഡ് ഐ യൂസ് ടു ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. പിന്നെ ഞാൻ വീഡിയോ ഇടത്തില്ല. അങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിംഗ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് മനസ്സിലായത്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മൈൻഡിൽ കൂടെ ഒരു മില്യൺ തോട്ട്സാണ് ഒരു മൊമെൻറ്റിൽ ഓടുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്ക് ഇതിനെപ്പറ്റി പറയണം. ബട്ട് ഇറ്റ് വാസ് സോ ഡിസോർഗനൈസ്ഡ് ഇൻ മൈ ബ്രെയിൻ. ഐ എം നാച്ചുറൽ ടു ഫൊർഗെറ്റ് എവറിത്തിങ്. അതുകൊണ്ട് അത് ജസ്റ്റ് എങ്ങനെയാണ് ആ വീഡിയോയുടെ സ്ട്രക്ചർ എന്ന് എഴുതി വയ്ക്കുക. വേർഡ് ടു വേർഡ് വേണ്ട, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒന്നും വേണ്ട. പക്ഷെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ആ വീഡിയോയുടെ ഫ്ലോ എങ്ങനെയാണ്, ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് കൺവേ ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്താണ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു ടു ഗൈഡ് ദ പ്രോസസ്സ്. നമ്മളുടെ ഇപ്പോൾ സ്ക്രിപ്റ്റിങ്ങും കഴിഞ്ഞു. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക. ദിസ് മൈറ്റ് സീം ലൈക്ക് ഓക്കെ ദി ഈസിയസ്റ്റ് പ്രോസസ്സ്. പക്ഷേ അല്ല. നമ്മൾ ഈ ഫ്രണ്ട്സ് വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതും ഇതിൽ നിന്ന്
നമ്മൾ ആക്ച്വലി ഒരു ക്യാമറയുടെ അടുത്ത് സംസാരിക്കാനിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി ഇൻറ്റിമിഡേറ്റിംഗ് ആൻഡ് ഡിഫറെൻറ്റ്. ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും, ബിക്കോസ് ഐ എം എ വെരി ഓക്വേർഡ് പേഴ്സൺ ഇൻ ജനറൽ. പക്ഷേ ഐ ഗെറ്റ് വെരി ഇൻറ്റിമിഡേറ്റഡ്. എനിക്ക് പെട്ടെന്ന് വാമപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ കുറേ ആൾക്കാരുള്ള സിറ്റിങ്ങിലൊക്കെ ഐ ഗെറ്റ് വെരി നെർവസ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് സംതിങ് പേഴ്സണൽ ദാറ്റ് ഐ എം ബിൽഡിങ് ഓൺ. അപ്പം നിങ്ങൾക്കും വെൻ യു ആർ ലൈക്ക് സ്റ്റാർട്ടിങ് എ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഈ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ആരും ഇല്ലാത്തൊരു റൂമിൽ പോവുക, സ്റ്റാർട്ട് സ്പീക്കിംഗ്, സ്റ്റാർട്ട് ഡൂയിങ് ഷെറ്റ് വാട്ട് എവർ യു വാണ്ട്. കാരണം ദ കണ്ടന്റ് ഇസ് വിത്ത് യു. അതാ നിങ്ങളുടെ കയ്യിൽ നിന്നല്ലാതെ ആരുടെ കയ്യിൽ നിന്നും പുറത്തു പോകത്തില്ല. സോ ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ടെൻഷൻ ആവാണ്ട് എങ്ങനെ ക്യാമറയുടെ ലെൻസിൽ നോക്കി സംസാരിക്കാമെന്ന് പഠിക്കുക. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്, ബിക്കോസ് ഐ വാസ് നെവർ ദാറ്റ് കോൺഫിഡൻറ്റ് ഇനഫ് ടു ലുക്ക് സ്ട്രേറ്റ് ഇൻ ദ ക്യാമറ ആൻഡ് സ്പീക്ക്. പക്ഷെ നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, when you're watching it from an audience perspective, you'll feel much more connected to who is behind the camera. അപ്പോൾ it's very very important that you look into the camera and speak very clearly. നമ്മൾ ഈ ജനറലി ഈ വീഡിയോ ഷൂട്ട് അല്ലെങ്കിൽ മൂവി ഷൂട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ പറയും 3 ഡിഫറെൻറ്റ് സ്റ്റേജസിലേക്കാണ് ഈ മൂവി ഷൂട്ട്സൊക്കെ തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ വിൽ ബി പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുക, ഔട്ട്ഫിറ്റ് കണ്ടുപിടിക്കുക, അതൊക്കെയാണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി വീഡിയോ എടുക്കുക. ഞാൻ ചെയ്യുന്ന മണ്ടത്തരം പോലെ ചെയ്യരുത്. സ്ലോ മോഷനിലൊന്നും വീഡിയോ എടുക്കരുത്, മൈക്ക് കണക്ട് ചെയ്യാതെ വീഡിയോ എടുക്കരുത്. ബി സെൻസിബിൾ. ഇച്ചിരി ഒരു സൗണ്ട് ചെക്ക് ചെയ്യുക, വീഡിയോ ചെക്ക് ചെയ്യുക ടു സീ ഹൗ ദ ക്വാളിറ്റി ഈസ്. കാരണം ഞാൻ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്നറിയോ, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മൈക്ക് കണക്റ്റഡ് ആയിരിക്കില്ല, പിന്നെ ക്വാളിറ്റി ഇല്ലല്ലോ. മൈക്ക് ജസ്റ്റ് ഒരു ഇഞ്ച് കണക്റ്റ് ആവാതെയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും, അപ്പോൾ ഓഡിയോയെ വരത്തില്ല. അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം വീഡിയോസ് കംപ്ലീറ്റ്ലി സ്ലോ മോഷനിൽ എടുത്തിട്ടുണ്ടെന്നറിയോ. സോ റാദർ ദാൻ ബീങ് സോറി, ഫസ്റ്റ് be safe, make sure to run all the tests and make sure you're all good. അത് കഴിഞ്ഞിട്ട് വരുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് നമ്മളുടെ ഭാഷയിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എഡിറ്റിംഗ്. എഡിറ്റിംഗ് ഈസ് ദ ഫൈനൽ പാർട്ട് ഓഫ് ദാറ്റ് കണ്ടൻറ്റ് ബിഫോർ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ്. ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് നാട്ടിൽ വെച്ച് യൂസ് ചെയ്തത് വീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇറ്റ് യൂസ് ടു ബി ഫ്രീ. ഞാനിപ്പോൾ അത് ആ പ്ലാറ്റ്ഫോമായിട്ട് അത്രയ്ക്ക് കണക്റ്റഡ് അല്ല. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇഫ് ഇറ്റ് ഇസ് സ്റ്റിൽ ഫ്രീ ഓർ സ്റ്റിൽ അവൈലബിൾ, ബട്ട് ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. കാരണം കുറേ എഫക്ട്സ് ഉണ്ടായിരുന്നു, കുറേ ഫിൽറ്റേഴ്സ് ഉണ്ടായിരുന്നു, ആൻഡ് ഐ യൂസ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഫൺ വിത്ത് ഇറ്റ്. ഇപ്പോൾ ഐ സ്വിച്ച് ടു CapCut. CapCut ഈസ് എന്താ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ നീഡ്സിന് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് CapCut. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ലൈക്ക് അഡ്വാൻസ് ടൂൾസ്, പക്ഷേ യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. വലിയ മേജർ എഡിറ്റിംഗ് ഒന്നും വേണ്ട, അതറിയേണ്ട ഒരു കാര്യവുമില്ല. ജസ്റ്റ് ഒരു വീഡിയോ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും പിന്നെ എങ്ങനെയാണ് ആ വീഡിയോ ഒന്ന് ലേ ഔട്ട് ചെയ്യുന്നത്, അതിൻ്റെ മ്യൂസിക് എങ്ങനെയാണ്, ടെക്സ്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ബേസിക് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ചും കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. നമ്മൾ ചെയ്യുന്നതിന് തന്നെ കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കാര്യം അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നും. ഇതൊക്കെ ഈ മാർക്കറ്റ് റിസർച്ചിൻ്റെയും കൂടെ പാർട്ടാണ്. സോ വെൻ യു ലൈക്ക് സെർച്ച് ഫോർ അതേഴ്സ് വീഡിയോ യു വിൽ സീ ഓക്കെ യു ക്യാൻ ഗെറ്റ് ഇൻസ്പിറേഷൻ. ഈ ടെക്സ്റ്റ് നന്നായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ സൂം എഫക്റ്റ് ആദ്യം തന്നെ വരുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് വിസിബിലിറ്റി. അങ്ങനത്തെയൊക്കെ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ ദെൻ യു വിൽ സ്റ്റാർട്ട് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ദാറ്റ്. ആൻഡ് അതിന് തന്നെ ഒരു 100 തരം വീഡിയോസ് യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട്. And let me know if you guys want a video just on editing. അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഒരു സീരീസ് ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഐ ഗോ ഇൻ ഡെപ്ത് ഓൺ ലൈക്ക് സ്ക്രിപ്റ്റിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും ദ ടൂൾസ് ദാറ്റ് ഐ യൂസ്, അങ്ങനത്തെ കുറച്ച് സീരീസ് ഓഫ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്യാം, വിച്ച് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ എനിവൺ ഹു ഈസ് സ്റ്റാർട്ടിങ് ഔട്ട്. But let me know in the comments if you guys want a video like that. So once you have your first video down, then സംതിങ് ഞാൻ എൻ്റെ സ്വന്തം ലൈഫിലെ ലെസൺ വച്ച് പഠിച്ചതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂളിൽ പോസ്റ്റ് ചെയ്യാതെ ഈ പ്ലാറ്റ്ഫോമിൽ ഗ്രോ ചെയ്യാൻ ഇറ്റ് ഈസ് നിയർ ടു ഇമ്പോസിബിൾ. ആ സ്കെഡ്യൂൾ എന്താണെന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ എന്നും വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു റിയലിസ്റ്റിക് പ്രോസസ്സ് ആയിരിക്കില്ല. എസ്പെഷ്യലി ഞാനിപ്പോൾ ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ കൂടെ തന്നെ എന്നും വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൾവേസ് വെരി ഈസി. അപ്പോൾ
നിങ്ങൾക്ക് എന്താണോ റിയലിസ്റ്റിക് ആയിട്ട് ഉള്ള ഒരു ടൈം ലൈൻ, ഇപ്പോൾ ചിലപ്പോൾ അത് ആഴ്ചയിൽ 2 വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫുൾ വീഡിയോ ആയിരിക്കും, ഒരു ഫുൾ വീഡിയോയും 2 ഷോർട്സും ആയിരിക്കും. അങ്ങനെയാണെങ്കിലും എല്ലാ ആഴ്ചയും അതേ സമയമാകുമ്പോഴത്തേക്കും ആ വീഡിയോസ് അപ്പോൾ എല്ലാ ആഴ്ചയും അതേ ദിവസം അതേ സമയം ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് ദിസ് വിൽ ഗിവ് യൂട്യൂബ് ആൽഗോറിതം എ സെൻസ് ഓഫ് കൺസിസ്റ്റൻസി ഫ്രം യുവർ സൈഡ്, ആൻഡ് അവർ ആ വീഡിയോ കൂടുതൽ ഓഡിയൻസിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഒരു ബെനിഫിറ്റ്? വാട്ട് ഡു യു ഗെറ്റ് ഔട്ട് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ? ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്. യു ഗെറ്റ് മണി, you get paid well. യൂട്യൂബിൽ നിന്നാണെങ്കിൽ യൂട്യൂബിൽ തന്നെ റവന്യൂ ഉണ്ട് വൺസ് യു ഗെറ്റ് മോണിറ്റൈസ്ഡ്. അതുപോലെ ഇപ്പോൾ ടിക്ടോക്കിൽ ഐ തിങ്ക് US മോണിറ്റൈസ്ഡ് ആണ്, ബട്ട് നോട്ട് ഇൻ കാനഡ, ഇന്ത്യയിൽ പിന്നെ ഇല്ല. ആൻഡ് ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പേ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം അല്ല. ഇതല്ലാണ്ട് ബ്രാൻഡ്സിൻ്റെ കൊളാബറേഷൻ, ബ്രാൻഡ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ചില ബ്രാൻഡ്സ് ഇപ്പോൾ പെയ്ഡ് പാർട്ട്ണർഷിപ്പായിട്ട് വരും, ചിലവർ ബാർട്ടർ കൊളാബറേഷൻ ആയിരിക്കും. അപ്പോൾ ബാർട്ടർ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരൊരു പ്രോഡക്റ്റ് അയച്ചു തരും, ആൻഡ് ആ പ്രോഡക്റ്റ് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ സ്ട്രാറ്റജിക്കലി പ്ലേസ് ചെയ്യുക. ആൻഡ് അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു അഫിലിയേറ്റ് ലിങ്ക് കാണും, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ കിട്ടും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പെയ്ഡ് കൊളാബറേഷൻ. പെയ്ഡ് കൊളാബറേഷൻ പേര് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരൊരു സ്ക്രിപ്റ്റ് തരും, പ്രോഡക്റ്റ് തരും, ആൻഡ് ദെൻ ദേ വിൽ സേ ഇതൊക്കെയാണ് വീഡിയോയുടെ റിക്വയർമെൻറ്റ്സ്, ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് XYZ എമൗണ്ട്. അപ്പോൾ ജസ്റ്റ് യു ഗെറ്റ് പെയ്ഡ് ഫോർ ദ വീഡിയോസ് ദാറ്റ് യു ആർ ഡൂയിങ്. എനിക്ക് ആക്ച്വലി സർപ്രൈസിംഗ്ലി ആദ്യം കിട്ടിയത് ഒരു പെയ്ഡ് കൊളാബാണ്. ആൻഡ് ദിസ് വാസ് ബാക്ക് വെൻ ഐ വാസ് ഇൻ ദുബായ്, I think now a year and a half back. And ആ സമയത്ത് എനിക്കൊരു ക്ലോസ് ടു 7,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ല 6,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ. ആൻഡ് ആ സമയത്ത് എനിക്കൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു കൊളാബ് കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് ബ്രാൻഡ് കൊളാബ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഐദർ റീച്ച് ഔട്ട് ടു ദ ബ്രാൻഡ് ദംസെൽസ് ഓർ ദ ബ്രാൻഡ് റീച്ചസ് ഔട്ട് ടു യു. നിങ്ങൾക്ക് ആ ഒരു വിസിബിലിറ്റി വേണം, ആ ഒരു പുഷ് വേണം എന്ന് തോന്നിയാൽ ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു ദ ബ്രാൻഡ്സ്, ആൻഡ് യു നെവർ നോ, സംടൈംസ് ദേ മൈറ്റ് അലൗ ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിക്ടോക്കിലൊക്കെ എനിക്ക് വെരി വെരി ലോ ഫോളോയിങ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഓൾഡ് സ്പൈസിൻ്റെ കൊളാബറേഷൻ ടിക്ടോക്കിൽ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതാണ് കൊളാബറേഷനെ പറ്റി പറഞ്ഞാൽ. അപ്പോൾ ദീസ് ആർ ഓൾ ദ ബേസിക്സ് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ. ലാസ്റ്റ് തിങ് ഞാൻ പറയുവാണെങ്കിൽ, ദിസ് ഇസ് ലൈക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഒരു ടേക്ക് അവേ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ്, ആൾക്കാരെന്താ പറയുന്നതെന്ന് വിചാരിക്കാതെ ഇരുന്ന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലതാണ്. ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം ഞാൻ അവരെന്ത് വിചാരിക്കും, അങ്ങനെ വീഡിയോ ചെയ്യണ്ട, ഇൻസ്റ്റഗ്രാമിൽ ഇടണ്ട, അവർ കണ്ട എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന് വീഡിയോ ചെയ്യാത്ത ഒരാളായിരുന്നു ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം. അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്താൽ ക്രിഞ്ചായിരിക്കത്തില്ലേ, ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് എവ്രി വൺ ഹാസ് ദെയർ ഓൺ ലൈഫ്. ചിലപ്പോൾ അവരൊരു വീഡിയോ കണ്ടിട്ട് എന്ത് പറയും, ഓ ഇത് ക്രിഞ്ചാ, അത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. യു ആർ നത്തിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദാറ്റ് ലൈക്ക് മൈക്രോ സെക്കൻഡ് ഇൻ ദെയർ ലൈഫ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് ചെയ്യാതെ ഇരിക്കുന്നത്. സോ ആ കാര്യം ഒന്ന് ഓർക്കുക. ആൻഡ് ദാറ്റ് വുഡ് ബി ദ ബിഗ്ഗസ്റ്റ് ഫണ്ടമെൻ്റൽ ബേസിക് ഫോർ കണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. ഇഫ് യു ഡു ലൈക്ക് ദ സീരീസ്, ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഡൗൺ ബിലോ. ഐ നോ വെരി ഡിഫറെൻ്റ്, ഐ ഡോണ്ട് ടോക്ക് ഇത്രയും ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ഐ ആം ഓൾസോ സ്റ്റിൽ ലൈക്ക് ട്രൈങ് ടു ഗ്രോ മൈ ക്യാമറ പ്രസൻസ് ആൻഡ് ലൈക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാമെന്ന് ഇവൻ ഐ എം സ്റ്റിൽ ലേണിങ്. അപ്പോൾ ആസ് ഐ സെഡ്, ഇതൊരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്, ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ ബൈ.